ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ നാടായ ചിങ്ങവനത്തോട്ടാണ്. അവിടെ തകിടിപ്പള്ളിയിൽ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആലപ്പുഴ ടു ചിങ്ങവനത്തോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വണ്ടികളെല്ലാം തന്നെ ഫ്ലൈ ഓവറിൻ്റെ മേളിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതുപോലെ തന്നെ എൻ്റെ വണ്ടിയും ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് ഇനിച്ചില റിവറിൻ്റെ മേളിൽ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ മേളിൽ ഞാനും പാർക്ക് ചെയ്തിട്ടുണ്ട്. സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് നമുക്ക് മാക്സിമം എത്രത്തോളം കയറ്റി വെക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാരും ഞാനും എല്ലാം പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതേ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. അധികം വെള്ളമില്ലെന്ന് വിചാരിക്കുന്നു, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാണ്ട് അപ്പുറത്തെത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റോട്ടിൽ ഇത് ഇത്രയാണ് വെള്ളം കയറിയിരിക്കുന്നത്. ആൾക്കാരൊക്കെ നടന്ന് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്തോറും എന്തോരം വെള്ളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, നോക്കണം. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ റോട്ടിലൂടെ വന്നത്. പക്ഷേ ഇവിടുത്തെ വെള്ളം ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ വെള്ളം ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ പോയി കണ്ടിട്ടില്ല. എന്തായാലും ഇന്ന് അങ്ങോട്ടുള്ള യാത്രയാണ്. എൻ്റെ വീഡിയോസ് ഇത് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ. പണി കിട്ടി ഗൈസ്. അപ്പം ഈ വെള്ളത്തിൽ ഇറക്കിയത് കാരണം ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വീണ്ടും ഞങ്ങൾ അതൊക്കെ ശരിയാക്കി മുന്നോട്ട് പോയി. ആ ബസ് കണ്ട് ആ പോകുന്ന ബസ്സിന്റെ ബാക്കിൽ പിടിച്ച് പോയാൽ കുറച്ച് വെള്ളം കുറയല്ലോ വെച്ചിട്ട് അതിൽ പിടിച്ചിങ്ങനെ ബാക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കിട്ടുമല്ലോ എന്ന് വെച്ച് വളരെ പതുക്കെ സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് തന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. എന്നാലും എങ്ങനെയല്ലേ ഈ വെള്ളപ്പൊക്കത്തിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ സർവേ ചെയ്യുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ വളരെ കഷ്ടമാണ് കേട്ടോ. ഈ വെള്ളം പൊങ്ങി ഈ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ. അങ്ങനെ വെള്ളമൊക്കെ താണ്ടി ഞങ്ങൾ ഇതേ റോഡിൻ്റെ അവിടെ എത്തി. പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ട് അഫക്റ്റ് ചെയ്തു, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇതേ പള്ളിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഇതാണ് എൻ്റെ അമ്മായി. അമ്മയുടെ കയ്യിലിരിക്കുന്ന കസിൻ്റെ ഒരു കുഞ്ഞാവയാണ്. അങ്ങനെ ആൽവിനെ നോക്കിയപ്പോൾ ആൽവിയുടെ കയ്യിലും കുഞ്ഞാവ. പിന്നെ ഞാനും അങ്ങ് കളിപ്പിച്ചു. ചിരിക്കത്തില്ലേ? ദേ അവിടെ ആ നാലംഗ സംഘത്തിൽ ഇരിക്കുന്ന ഒരാളെ കണ്ട, അതാണ് എൻ്റെ അമ്മ. അമ്മ ടെററാണ് കേട്ടോ ഇന്ന്. കാരണം പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എത്തിച്ചേർന്നത്. കറക്റ്റ് ഫുഡ് അടിക്കുന്ന സമയം. അതുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്യാതെ അവരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വാവ. അയ്യോ, ആ മടിയിലിരിക്കുന്നതല്ല കേട്ടോ, ആ മടിയിൽ വെച്ചിരിക്കുന്ന ആള്. അവളുടെ ശരിക്കുള്ള പേര് ഏഞ്ചൽ എന്നാണ്. വലുതായിട്ടും വാവേന്ന് വിളിക്കുന്ന കാരണം അവൾക്ക് നല്ല ദേഷ്യം വരും. ഭാഗ്യത്തിന് നേർച്ചയിടുന്ന സമയത്ത് ഞാൻ എത്തിച്ചേർന്നു കേട്ടോ. അവിടെ നിന്ന് നേർച്ചയൊക്കെ ഇട്ട് ഉണ്ണിയപ്പായിട്ട് ഞാൻ ദേ വരുന്നുണ്ട്. അവിടെ സൈഡിൽ കൂടെ പോകുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ എന്നെ കണ്ടിട്ടുണ്ട്, ഒന്ന് ചിരിച്ചിട്ടുമുണ്ട്. കാരണം പള്ളി കഴിഞ്ഞ് നേർച്ചയിടുന്ന സമയത്തെങ്കിലും ഞാൻ എത്തിച്ചേർന്നല്ലോ. പിന്നെ അങ്ങ് ഫുഡ് അടി തുടങ്ങി. അങ്ങനെ എല്ലാ വിഭവങ്ങളും എടുത്തു വെച്ച് അമ്മ എന്നോട് ഇച്ചിരി മിണ്ടിയൊക്കെ തുടങ്ങി കേട്ടാ. എന്നെ പറയാനാന്നേ, ചങ്ങനാശ്ശേരി റോട്ടി വെള്ളം കയറി കിടക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതാണ് ഇത്തിരി ലേറ്റ് ആയി പോയത്. അപ്പം സ്റ്റൂ, അതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ. അല്ലെങ്കിലും പള്ളിയിൽ ചെന്നാൽ നമുക്ക് അങ്ങനെയൊക്കെയാണെന്ന് ഫുഡ് കിട്ടുക. പിന്നെ അവിടുന്ന് നേരെ അമ്മ വീട്ടിലോട്ട്. അമ്മ വീട്ടിലാണ് കേട്ടോ ഇനി അച്ഛൻ നേരെ വരാൻ പോകുന്നത്. കാരണം അവിടെയും കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ചു വീട്ടിൽ പോകാം. അങ്ങനെ പ്രാർത്ഥനയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചിങ്ങവനത്തൂന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട്, അതായത് കോട്ടയത്തോട്ട് ബസ് കയറി. സത്യം പറഞ്ഞ കുറേ വർഷമായി കേട്ടോ ഞാൻ ബസ്സിൽ പോയിട്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ബസ്സിൽ പോയിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഒരു നല്ല ഫീലാണെന്നേ ബസ്സിലൊക്കെ പോയി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു. ആ വണ്ടിക്കകത്ത് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ ചളുപ്പൊന്നും ഇല്ലായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ക്യാമറ എടുക്കാൻ ഭയങ്കര മടിയാന്നേ. എന്നാന്നറിയത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 50 പൈസ 1 രൂപ എങ്ങാണ്ടായിരുന്നു ബസ് ഫെയർ. അയ്യോ, അതൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഓർമ്മകളായവർക്കായിരുന്നു. പക്ഷെ നല്ല രസമായിട്ടോ ഈ ബസ്സിലിരിക്കുന്ന ഒരു ഫീല്. അടിപൊളിയാണ്. ഹോ, അതൊക്കെ ഒരു കാലം. ആ സമയത്ത് ഞാൻ എങ്ങനെയും ഒന്ന് പഠിച്ച് വളർന്ന് വലുതായിട്ട് അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് നടക്കണമെന്നായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞ് ഇപ്പം ആലോചിക്കുമ്പോൾ അയ്യോ, സ്കൂൾ ടൈം ആയിരുന്നു ബെസ്റ്റ് മൊമെന്റ് എന്ന് ഞാൻ ആലോചിക്കും. അവിടെ നിന്ന് നേരെ ബസ് ഇറങ്ങി ഞാൻ ഇതേ ടൗണിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ സ്ഥലത്തോട്ട് പോവാണ്. ഓട്ടോ ചേട്ടൻ പറഞ്ഞ് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുമായിരിക്കും, അറിയത്തില്ല. എവിടെ വരെ പോകാൻ പറ്റും അവിടെ വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെയെല്ലാം വെള്ളം ഇറങ്ങി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നീന്തി വന്ന സ്ഥലമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. പക്ഷേ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴാണ് എനിക്ക് പോകേണ്ട റൂട്ട്. അവിടെ എന്തായാലും വെള്ളം കയറി കിടക്കുവാണെന്ന് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ദേ ഈ റോട്ടിൽ കൂടെ ഞാൻ പോയില്ല. പകരം ദേ അവിടുന്ന് അപ്പുറത്തൂന്ന് കറങ്ങി ഞാൻ വരാമെന്ന് വെച്ചു. എന്ന് വെച്ചാൽ കറങ്ങി വരുമ്പോൾ അവിടെയും വെള്ളം കിടക്കുവാണെങ്കിൽ തൽക്കാലം ചേട്ടൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തി തരാമെന്ന് പറഞ്ഞു. ബാക്കി ഞാൻ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓട്ടോ ചേട്ടൻ നമ്മൾ അവിടെ ഇറക്കിയിട്ടുണ്ട്. കാരണം അങ്ങോട്ട് വെള്ളം ഉണ്ടോ എന്നൊരു ചേട്ടനൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളത്തിൽ കൂടെ അങ്ങ് പോകാൻ തുടങ്ങി. ഇത് ശരിക്കും വേറൊരു വഴിയാട്ടോ. അതായത് എൻ്റെ വീട് അപ്പുറത്തൂടെയാണ്, ഇത് ഇപ്പുറത്തൂടെയാണ്. ഞാൻ കറങ്ങിയാണ് പോകുന്നത്. അങ്ങോട്ട് വെള്ളം ഉണ്ടോടാ? ആ, അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വെള്ളമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം അവൻ പറഞ്ഞ അങ്ങോട്ട് വെള്ളമില്ലെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കറങ്ങി ഇങ്ങനെ നടക്കണം. നോക്കട്ടെ. അപ്പോൾ ഗൈസ്, എന്തിനാണ് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാറിൻ്റെ താക്കോല് അമ്മ അലമാരിക്കകത്ത് പൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ അതെടുത്ത് നമ്മുടെ ഫ്ലൈ ഓവറിൽ നിന്ന് കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അങ്ങനെ
അങ്ങനെ കേസ് ഞാൻ ദേ വീട്ടിൽ കാല് കുത്തി. ഉയ്യോ, ഇത്രയും കുറഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ദേ 2 സൈഡിലും കാണാൻ പോലും പറ്റാത്ത അത്രയും വെള്ളത്തിലായിരുന്നു ദേ ഞാൻ നടന്നു വന്നത്. എന്തായാലും ഇപ്പം വെള്ളം ഇറങ്ങിയതിൽ ഒരുപാട് സന്തോഷം. ജംഗ്ഷനിലെത്താൻ ഷോർട്ട് കട്ട് ദേ ഈ വഴിയിലാണെങ്കിലും അതിൽ കൂടെ പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ആ സൈഡിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇത്രയധികം വെള്ളം നേരത്തെ പ്രളയത്തിലുണ്ടെങ്കിലും ഇപ്പം എന്തായാലും വെള്ളം കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ എന്തായാലും അതിലെ കൂടെ പോകുന്നത് റിസ്ക് ആണ്. ഒറ്റയ്ക്ക് എനിക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല, പേടിയാണ്. അങ്ങനെ ഞാൻ താക്കോലെടുത്ത് ആ വഴി ഡ്രോപ്പ് ചെയ്ത് ദേ ഇപ്പുറത്തൂടെ വീണ്ടും കറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ കാർ എടുക്കാൻ പോകും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് വരാം. അത് ജംഗ്ഷനിലാണ്. സോ താക്കോലൊക്കെ കിട്ടി. നമ്മൾ വീടിനകത്ത് അലമാരിക്കകത്താണ് നമ്മൾ എടുത്ത് താക്കോല് പാത്ത് വെച്ചത്. അപ്പോൾ ഇതിലെ കൂടെ നടന്നു വന്നത്. ആ ബാഗ് ഇട്ടിരുന്നെങ്കിൽ സേഫായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കായിരുന്നു. പക്ഷേ അമ്മ അലമാരിക്കകത്ത് താക്കോലെടുത്ത് വെച്ചെന്നേ. ഇപ്പം ഞാനിപ്പോൾ താക്കോലെടുത്തിട്ട് നേരെ ജംഗ്ഷനിൽ പോയിട്ട് വണ്ടി എടുക്കാം. അങ്ങനെ വണ്ടി എടുക്കാൻ പോട്ടെ, നടക്കട്ടെ. വളഞ്ഞ വഴിയാണ്, നമുക്ക് ലിഫ്റ്റ് കിട്ടുമോ നോക്കാം. ലിഫ്റ്റ് കിട്ടുമായിരിക്കും. അങ്ങനെ ഈ സമയം കൊണ്ട് ഞാൻ എൻ്റെ അമ്മനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് വയ്യ നടന്ന് വെള്ളത്തിൽ കൂടെ പോകാൻ. ഒന്നാമത് എനിക്ക് നീന്തി കാല് വേദന എടുക്കണം. അപ്പോൾ എന്ത് ചെയ്ത് അമ്മ ഞങ്ങളുടെ അവിടുത്തെ ഒരു ചേട്ടനെ വിളിച്ച് പറഞ്ഞു. ഈ ചേട്ടൻ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. എന്ത് കാര്യത്തിനും, നമ്മുടെ വെള്ളപ്പൊക്കത്തിനായിക്കോട്ടെ, എല്ലാ കാര്യത്തിനും ആയിക്കോട്ടെ, ഈ ഉത്തമൻ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഗൈസ് അങ്ങനെ ഞാൻ ഉത്തമൻ ചേട്ടൻ്റെ 2 വീലറിൽ ലിഫ്റ്റ് അടിച്ച് നേരെ ജംഗ്ഷനോട്ട്. പക്ഷെ അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. ഇതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവനാണ്. ഇങ്ങനെ പുറകെ വന്നോണ്ടിരിക്കുവന്നേ. ദൈവമേ, ഈ ചേട്ടൻ്റെ പട്ടിക്കുട്ടി കേട്ടാ. ഈ ചേട്ടൻ്റെ പട്ടിക്കുട്ടി പുറകെ നടക്കുന്നു. പുറകെ വരുന്നു വണ്ടിയിൽ. ഇവനെവിടെ പോണേ? സമ്മതിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ച എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ചേട്ടൻ്റെ പട്ടിക്കുട്ടി ഈ ചേട്ടൻ്റെ 2 വീലർ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. അതായത് ഈ ചേട്ടൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ഈ പട്ടിക്കുട്ടി ഓടി വരുമെന്നേ. എന്നിട്ട് തിരിച്ച് വീട്ടിലും വരും. എൻ്റെയൊക്കെ പട്ടിക്കുട്ടീനെ ഒന്ന് ഇറക്കി വിടാവോ? പിന്നെ ആ വഴിക്ക് കാണത്തില്ല. അതേപോലെയാണ്. ഇവൻ്റെ പേര് ചിക്കു എന്നാണ്. പിന്നെ ഈ ഒരു സൈഡിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഏത് നമ്മൾ ആ ഓട്ടോ ചേട്ടൻ നിർത്തിയ സമയത്ത് അവിടെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ വെള്ളത്തിൽ കൂടെ ഒന്നും വരത്തില്ലായിരിക്കും എന്ന്. പക്ഷേ എൻ്റെ ദൈവമേ, ഇത്രയും അനുസരണയുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നായക്കുട്ടീനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. സമ്മതിച്ചു കൊടുത്തു. ദേ ആ വഴിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അവനത് താണ്ടി ഞങ്ങളുടെ പുറകെ വന്ന്. എന്നാലും കൊള്ളാം കേട്ടോ. ഇതിനെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അവിടെ ഏതോ ഒരു സൈഡിൽ ഒരു പെൺപട്ടീനെ കണ്ടപ്പോൾ അവൻ അവിടെ സ്റ്റക്കായി. ഇനി വരുമല്ലോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ ഉത്തമചേട്ടൻ പറഞ്ഞത് അത് തന്നെ വന്നോളൂ. അതാ അങ്ങനെ ദേ ആറ്റിലെ വെള്ളം ദേ ഇവിടം വരെ എത്തി കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ കവിഞ്ഞ് കിടക്കുമായിരുന്നു. അത് ദേ ഇറങ്ങി ദേ ഇപ്പോൾ ഇത്രയായിട്ട് ഈ റോഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണ് നീലിമംഗലം പാലം. ഇതിന്റെ മേളിലാണ് ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ ഈ മീനിച്ചിലാറാണ് കവിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് വെള്ളം കയറി നശിപ്പിച്ചത്. അങ്ങനെ ദേ എൻ്റെ കാറിന്റെ അടുത്ത് എത്തിയടാ മോനെ. അവൻ സേഫ് ആയിട്ട് ചുന്ദരനായിട്ട് എൻ്റെ ബ്ലൂബി അവിടെ കിടപ്പുണ്ട്. താങ്ക് യു പട്ടിക്കുട്ടി. ആ ഓക്കെ, വിളിക്കാവേ. അങ്ങനെ ഗൈസ് ഫൈനലി, അയ്യോ എനിക്കൊന്ന് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നല്ലേ വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ട്. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വണ്ടിയിലോട്ട് കയറിയിരിക്കുന്നു. എന്തൊരാശ്വാസം. എനിക്ക് ഇപ്പോഴാട്ടോ ഒരു സമാധാനമായത്. ഗൈസ് എല്ലാവരും എന്നോട് പറയാറുണ്ട് വണ്ടി എന്ന്. കാരണം കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ പറയുമായിരുന്നെ. പക്ഷെ ഗൈസ് ഇത് ഞാൻ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് അത്രയും കൊതിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടിയാണ് ഗൈസ്. അതിനൊരു ഒരു എങ്ങനെ അത് പറഞ്ഞു തരണ്ടേന്ന് അറിയത്തില്ല. കാരണം അത്രയധികം ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഈ ഒരു കാറ്. അപ്പോൾ ഈ കാറിന് എന്തെങ്കിലും പറ്റുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ഞാൻ ഇത്രയും എൻ്റെ വണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, നമ്മൾ ആഗ്രഹിച്ച് പൊന്നുപോലെ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി അത്രയധികം എഫേർട്ട് എടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ കൈവിട്ട് കളയുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് നശിച്ചു പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ. അയ്യോ എനിക്കത് അറിയത്തില്ല. എനിക്ക് ഇതിനെ എത്രത്തോളം എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഇതിനെ കൊണ്ടു നടക്കും എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടീനെ കുറിച്ച് കൂടുതൽ അയ്യോ എൻ്റെ വണ്ടി സേഫായി വെക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞത്. അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ ദേ വണ്ടിയിൽ കയറിയിരിക്കുന്നു. ഐ എം സോ ഹാപ്പി. അപ്പൊ എന്റെ വ്ളോഗ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലേക്കും ടക്കേന്ന് അടിച്ചു പൊട്ടിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോ. അപ്പൊ ഗൈസ് സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വ്ളോഗ്. സോ സൈനിങ് ഔട്ട്. ബൈ. ബൂം.